പ്രീത. ഞാനിന്ന് നിങ്ങൾക്കായി ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും പരിപ്പറിയുമാണ്. ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. നമുക്ക് പൂരിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോതമ്പ് പൊടി, കുറച്ച് റവ, ഉപ്പ്, വെളിച്ചെണ്ണ. പിന്നെ പരിപ്പ് കറിക്ക് പരിപ്പ്, ഒരു ചെറിയ സവാള, 3 പച്ചമുളക്, എരിവിനനുസരിച്ച് കുറച്ച് ഇഞ്ചി, കുറച്ച് വേപ്പില. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് എടുത്തേക്കണത്. ഇത് ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഒഴിക്കണം. അധികം വെള്ളമാകാനും പാടില്ല. ഞാൻ വെള്ളത്തിൽ തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റവ ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കുഴക്കാം. എന്നിട്ട് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ശരിക്കും കുഴച്ചെടുക്കാം. ഞാൻ ഇതിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇടണം. നോക്കി വെള്ളം ഒഴിച്ച് കുഴക്കണം കേട്ടോ. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ അത് മര്യാദയ്ക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല. അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്താൽ ശരിക്കും നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ അധികം വെള്ളം ഒഴിച്ച് കുഴക്കണ്ട. നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടണത്. ഇത് നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മൂടി വെക്കാം. ആ നേരത്ത് നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം. കഴുകി വെച്ച പരിപ്പ് കുക്കറിലോട്ട് ഇടാൻ പോകുന്നത്. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. എന്നിട്ട് അരിഞ്ഞ് വെച്ചേക്കണം സവാളയും ഇതിലോട്ട് ഇടണം. ഇതിൽ ഞാൻ പച്ചമുളക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇഞ്ചി, ഇതിലോട്ട് ഉപ്പും ആവശ്യത്തിന്. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. ഇത് വേവണ നേരത്ത് നമുക്ക് പൂരി പരത്തിയിട്ട് വരാം. ഞാൻ ചെറിയ ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഞാൻ പരത്താൻ പോണാണ്. ഇച്ചിരി വെളിച്ചെണ്ണ മുക്കിയിട്ടാണ് ഞാൻ പരത്തുന്നത്. ചെറിയ റൗണ്ടാക്കിയാൽ മതി പൂരിക്ക്. ഇങ്ങനെ ഓരോന്ന് പരത്തി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ പൂരി ഉണ്ടാക്കാം. ഞാൻ പൂരി പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാം. പൂരി ഞാൻ പരത്തി കഴിഞ്ഞു. പൂരി ഉണ്ടാക്കുന്നതിന് മുമ്പ് പരിപ്പ് കണ്ടോ നോക്കാം. കുക്കറിൽ പരിപ്പ് ഇട്ട് 5 വിസിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി 1 സ്പൂണും 2 സ്പൂണും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കറി റെഡി. പൂരിക്കൊപ്പം പിന്നെ നല്ലൊരു കറിയാണ്. പരിപ്പേറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി വറുക്കാം. പൂരി വറുക്കാനുള്ള എണ്ണ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്ക് പൂരി വറുക്കാം. നമുക്കിനി പൂരി ഉണ്ടാക്കാം. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൂരി ഇങ്ങനെ ആയിക്കോളും. പതുക്കെ അതാ പൊങ്ങിയല്ലാണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി.
ഇത് നമ്മുടെ പുരി നല്ല എണ്ണ കുടിക്കാത്ത നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ പൂരി പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.